ഹായ് ഓൾ, വെൽക്കം ടു ഐഡവ്. നമ്മൾ CSSന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് CSSൽ എങ്ങനെയാണ് കമൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ കമൻറ്റ്. ദെൻ ഇതിനെ ഞാൻ എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക? കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് സ്ലാഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് വരും. ഓക്കെ, ദെൻ CSSൽ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. HTML എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇതുപോലെയാണ്. അപ്പൊ രണ്ടിന്റെയും പർപ്പസ് സെയിം ആണ്. അതായത് എന്താണ്, കമന്റ് നോൺ എക്സിക്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ കോഡിനെ റീഡബിൾ ആക്കാനും അണ്ടർസ്റ്റാൻഡബിൾ ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കമന്റ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എന്താണ്, പർപ്പസ് ഏതൊരു ലാംഗ്വേജിൽ സെയിം ആയിരിക്കും, പക്ഷെ അത് എഴുതുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കമന്റ് ഒന്നുകൂടി പറഞ്ഞു തന്നിട്ടുള്ളത്. CSS കളേഴ്സ് ആണ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ CSS കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. ഡിവ് ക്ലാസ് സെലക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഡോട്ട് മെയിൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു വിത്ത് 100 പിക്സൽ എന്ന് കൊടുത്തു. ദെൻ ഹൈറ്റും 100 പിക്സൽ കൊടുത്തു. ഇനി എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് RGB. ഓക്കെ, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇവരുടെ ഓരോന്നിൻ്റെയും റേഞ്ച് 0 to 255 ആണ്. അപ്പോൾ റെഡിൻ്റെയും ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും റേഞ്ച് എന്താണ്? 0 to 255 ആണ്. അപ്പോൾ റെഡ് ഞാൻ 0 കൊടുത്തു, ഗ്രീൻ 0 കൊടുത്തു, ബ്ലൂ 0 കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ബ്ലാക്ക് കളർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 255 ആണ് മൂന്നും കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് വൈറ്റ് കളറാണ്. ദെൻ ഏതെങ്കിലും ഒരു കളർ 255 ആക്കിയിട്ടുണ്ട് ഞാൻ. ദെൻ അതായത് ഇവിടെ റെഡ് 255ഉം ഗ്രീനും ബ്ലൂവും 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, റെഡ് കിട്ടി. ഇതുപോലെ തന്നെയാണ് ഗ്രീൻ്റെയും ബ്ലൂവിൻ്റെയും കേസിൽ വരുന്നത്. അപ്പോൾ ഞാനിവിടെ വേറൊരു കളർ ഉണ്ടാക്കാൻ പോവാണ്. 240 കൊടുത്തു. ദെൻ ഇവരുടെ ഷെയ്ഡ്സ് ഞാൻ കുറച്ച് കൊടുത്തു. ഓക്കെ, ഇപ്പം എന്താണ്, എനിക്ക് റെഡിൻ്റെ തന്നെ ഒരു കളറാണ്, റെഡ് ഷെയ്ഡ് വരുന്ന ഒരു കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമ്മൾ കുറച്ചിട്ട് ഇവിടെ കൊടുക്കുന്ന സമയത്ത് എന്താണ്, എനിക്ക് ഗ്രീനിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ RGB യൂസ് ചെയ്തിട്ട് കളർ കൊടുക്കുന്നത്. പിന്നെ വരുന്നത് RGBA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അതിൽ നമുക്ക് ഒപ്പാസിറ്റിയും കൂടി ഒപ്പം പറഞ്ഞു കൊടുക്കാം. അതായത് ഒപ്പാസിറ്റി മീൻസ് ട്രാൻസ്പെറൻസി. ആ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനാണ്. ട്രാൻസ്പെറൻസി അഥവാ ഒപ്പാസിറ്റിയുടെ റേഞ്ച് വരുന്നത് 0 to 1 ആണ്. അതിൽ നാം എത്രത്തോളം ലോവർ വാല്യൂ ആണ്. ഇപ്പോൾ 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസവും വരുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ 0.5 കൊടുത്തു. അപ്പൊ എത്രത്തോളം ലോവർ വാല്യൂ ആണോ വരുന്നത് അതനുസരിച്ച് ട്രാൻസ്പെറൻസി കൂടുന്നുണ്ട്. ഇപ്പൊ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും ട്രാൻസ്പെറൻസി കൂടിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഒരു RGBA എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഹെക്സാഡെസിമൽ ആയിട്ട് നമുക്ക് കളേഴ്സ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ഹാഷ് എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം റെഡിനെ സൂചിപ്പിക്കുന്ന 2 വാല്യൂ, ഗ്രീനെ സൂചിപ്പിക്കുന്ന 2 വാല്യൂ, ബ്ലൂവിനെ സൂചിപ്പിക്കുന്ന 2 വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവരുടെ റേഞ്ച് വരുന്നത് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അതായത് 0 to 15 വരെയാണ് വരുന്നത്. അതിൽ 0 to 9 നമ്പേഴ്സ് ആയിരിക്കും. ദെൻ 10 to 15 ABCDEF അവിടെ വരെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, 0 to F വരെയാണ് എന്ത് വരുന്നത്, ഈ ഒരു ഹെക്സാഡെസിമലിന്റെ റേഞ്ച് വരുന്നത്. അപ്പൊ അതിൽ 2 റെഡ്, 2 ഗ്രീൻ, 2 ബ്ലൂ. ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം എന്ത് കിട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വാല്യൂ അതായത് F ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും, വൈറ്റ് കിട്ടും. ദെൻ എനിക്കൊരു റെഡിന്റെ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, FF പറഞ്ഞു കൊടുക്കുക ആദ്യം. ഓക്കെ, അപ്പൊ റെഡിന്റെ ഷെയ്ഡ് ഉണ്ടാവും. ദെൻ ബാക്കി രണ്ടും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, റെഡിന്റെ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്നത് എന്താണ്, FF ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 00 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ബ്ലൂവിന്റെ ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ബ്ലൂവിന്റെ പ്ലേസിൽ നമ്മൾ FF പറഞ്ഞു കൊടുക്കുക.
ദെൻ ബാക്കി നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. കണ്ടോ, ബ്ലൂവിന്റെ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമൽ കളേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, നമുക്കപ്പോൾ 3 ഡിജിറ്റ് ഹെക്സ് വാല്യൂ ആയിട്ട് നമുക്ക് ഹെക്സാഡെസിമൽ കളേഴ്സിനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഹാഷ് പറഞ്ഞു കൊടുക്കുക, ദെൻ ഫസ്റ്റ് വാല്യൂ റെഡ്, സെക്കൻഡ് വാല്യൂ ഗ്രീൻ, ദെൻ ബ്ലൂ. ഓക്കെ, അപ്പോൾ എനിക്ക് റെഡിന്റെ ഒരു ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ റെഡിന് ഏറ്റവും വലിയ വാല്യൂ കൊടുത്തു, എഫ് കൊടുത്തു. ദെൻ ബാക്കി രണ്ടെണ്ണം ഞാൻ നോർമലി ഉള്ള ഒരു കളർ കൊടുത്തു. അപ്പോൾ റെഡിന്റെ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതെന്താണ്? 3 ഡിജിറ്റ് ഹെക്സ് വാല്യൂ ആണ്. ഓക്കെ, മറ്റേതെന്ന് പറയുന്നതാണ് 6 ഡിജിറ്റ് ഹെക്സ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു 2 രീതിക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് HSL ആണ്. HSL. ഓക്കെ, അത് H എന്ന് പറയുന്നത് ഹ്യൂ, S എന്ന് പറയുന്നത് സാച്ചുറൈസേഷൻ, ആൻഡ് L എന്ന് പറയുന്നത് ലൈറ്റ്നെസ്. ഓക്കെ, അതിലെ ഹ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക, ആൻഡ് സാച്ചുറൈസേഷനും ലൈറ്റ്നെസ്സും പെർസെൻറ്റേജ് വാല്യൂവിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, ഹ്യൂ എന്ന് പറയുന്നത് ഒരു 0 to 360 വരുന്ന ഒരു കളർ വീലുണ്ട്. അതിൽ 0 എന്ന് പറയുന്നത് റെഡും, 120 എന്ന് പറയുന്നത് ഗ്രീനും, 240 എന്ന് പറയുന്നത് ബ്ലൂവിനെയാണ്, ആ ഒരു ഷെയ്ഡ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു 0 to 360 ഡിഗ്രി വരുന്ന ആ ഒരു കളർ വീലിൻ്റെ അകത്തുള്ള കളേഴ്സിനെ നമ്മൾ ഡിഗ്രി വാല്യൂ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് ഹ്യൂ എന്ന് പറയുന്നത്. സാച്ചുറൈസേഷൻ എന്ന് പറയുന്നത് ഗ്രേയിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അതായത് സാച്ചുറൈസേഷൻ 100% ആണെങ്കിൽ നമുക്ക് ഗ്രേയിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ടാവില്ല. അത് കുറയുന്നതിനനുസരിച്ച് ഗ്രേയിൻ്റെ ഷെയ്ഡ് വരും. 0% ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഗ്രേയിൻ്റെ ഒരു ഷെയ്ഡായിട്ട് വരുന്നുണ്ടാവും. ദെൻ ലൈറ്റ്നെസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് വാല്യൂ ആയിട്ട് തന്നെയാണ് പറയുക. 0% ആണ് ലൈറ്റ്നെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. 100% ആണെങ്കിൽ നമ്മുടെ ഫുൾ എൻറ്റയർ കളർ വൈറ്റ് ആയിട്ട് പോകും. 0% ആണെങ്കിൽ എൻറ്റയർ കളർ ബ്ലാക്ക് ആയിരിക്കും. 50% ആണെങ്കിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹ്യൂവിനും സാച്ചുറൈസേഷനും അനുസരിച്ചിട്ടുള്ള പർട്ടിക്കുലർ കളറിന്റെ ലൈറ്റ്നെസ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഞാനൊരു 20 കൊടുത്തു. ഓക്കെ, അപ്പോൾ റെഡ് ആയിരിക്കും നമുക്ക് എടുക്കുന്നുണ്ടാവുക, ഹ്യൂവില് റെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ദെൻ സാച്ചുറൈസേഷൻ ഇപ്പം ഞാൻ 100% കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താണ്, ഗ്രേയിൻ്റെ ഷെയ്ഡൊന്നും വന്നിട്ടില്ല, കറക്റ്റ് കളർ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ദെൻ ലൈറ്റ്നെസ് 100% കൊടുക്കുന്ന സമയത്ത് ലൈറ്റ്നെസ് ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ വൈറ്റ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞാനൊരു 50% പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 0% ആണ് ലൈറ്റ്നെസ് കൊടുക്കുന്നതെങ്കിൽ ബ്ലാക്ക് ആയിപ്പോയി. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ 50% കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ കളർ എന്ന് പറയുന്നത്. ഇനി ഞാൻ സാച്ചുറൈസേഷൻ 100% ആണെങ്കിൽ എന്താണ്, കംപ്ലീറ്റ്ലി ആ കളർ തന്നെ ആയിരിക്കും വരിക. സാച്ചുറൈസേഷൻ അവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇത് ഞാനിവിടെ ഒരു 50% കൊടുക്കുന്ന സമയത്ത് എന്താ വരുന്നുണ്ടാവുക, 50% ഗ്രേ ഷെയ്ഡ് അതിന് അപ്ലൈ ആവും. ഓക്കെ, കണ്ടോ, ഗ്രേ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് HSL എന്ന് പറയുന്നത്. പിന്നെ HSL-A വരുന്നുണ്ട്. അത് ഞാൻ അന്നേരം പറഞ്ഞതുപോലെ ആൽഫ ചാനലാണ്. ഇതിൽ ഒപ്പാസിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതായത് ട്രാൻസ്പെറൻസി 0 to 1 റേഞ്ചിൽ പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ 0 to 5 കൊടുക്കുന്ന സമയത്ത് കണ്ടോ ട്രാൻസ്പെറൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് CSS കളേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ CSSന്റെ ബാക്ക്ഗ്രൗണ്ട്സ് എങ്ങനെയൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം, കളർ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു കണ്ടന്റ് ഞാൻ ഇപ്പോൾ കമൻറ്റ് ചെയ്യുവാണ്. ദെൻ ഇവിടെ വന്നിട്ട് ബോഡിക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ബോഡിയുടെ അകത്ത് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാനിവിടെ RGB യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. അപ്പോൾ പർട്ടിക്കുലർ ബോഡിയുടെ കളർ എന്തായി, ഈ ഒരു കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോഡിയുടെയോ അല്ലെങ്കിൽ ഏതൊരു എലമെന്റിനും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഡിവിന് പറഞ്ഞു കൊടുക്കണത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു എലമെന്റിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ലോറം കൊടുത്തിട്ട് ഇവിടെ ഞാൻ കണ്ടന്റ് കൊടുത്തു. ഇവിടെ ഞാൻ P ടാഗിനാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു എലമെന്റിന് വന്നിട്ടുണ്ട്.
ദെൻ നമ്മൾ ഇതിൻ്റെ ഒരു സൈസ് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പാഡിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു സൈസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. ഒപ്പാസിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു റേഞ്ചിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാനിവിടെ RGBA ആക്കി. ദെൻ ഇവിടെ 0.5 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. ഞാനിവിടെ മെയിൻ എന്നുള്ള ആ ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരെ ഇവിടെ വന്നു, ദെൻ ഡോട്ട് മെയിൻ കൊടുത്തു. അതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. അതിൻ്റെ അകത്ത് URL എന്ന് പറയുന്ന ഒരു മെത്തേഡ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. /സോഴ്സസിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഇമേജ് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇമേജ് വന്നിട്ടില്ല, കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് ഹൈറ്റും വിഡ്ത്തും പറഞ്ഞു കൊടുക്കുക. ഹൈറ്റും 100 VH എന്ന് പറയാം, വ്യൂ പോർട്ട് ഹൈറ്റ് എന്നാ പറയാം. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത് ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നോ റിപ്പീറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം, പൊസിഷൻ, സ്റ്റാർട്ടിങ് പൊസിഷൻ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ഇമേജിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കത് സെൻറ്റർ, ലെഫ്റ്റ്, ടോപ്പ്, ബോട്ടം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ സെൻറ്റർ ടോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് സെൻറ്ററിൽ ടോപ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഒറ്റ വാല്യൂവേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വാല്യൂ എപ്പോഴും സെൻറ്റർ ആയിരിക്കും. ടോപ്പ് എന്നാണ് ഇപ്പോൾ ഇവിടെ സെൻറ്റർ ആണ്, രണ്ടാമത്തെ വാല്യൂ സെൻറ്ററാണ് വരുന്നത്. ഇവിടെ ടോപ്പ് ഒന്ന് കൊടുത്തു, ദെൻ ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് വാല്യൂ മസ്റ്റ് ബി എന്തായിരിക്കും, സെൻറ്റർ ആയിരിക്കും. സെൻറ്ററിൽ വന്നിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൈസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂ കവർ കണ്ടെയ്ൻ ഓട്ടോ ആണ്. നമ്മൾ കവർ കൊടുത്തു. അത് നമ്മൾ ഇപ്പോഴല്ല, നമ്മൾ വലിയ ഇമേജസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇപ്പോൾ ഈ ഇമേജ് കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് 100 VH ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഇമേജാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നല്ലൊരു രീതിക്ക് നമുക്കത് കിട്ടും. ദെൻ നെക്സ്റ്റ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിന് വേറൊരു ഇമേജ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അറ്റാച്ച്മെന്റ്, കവർ പോർഷൻ ഞാൻ കളഞ്ഞു, പൊസിഷനും കളഞ്ഞു. അറ്റാച്ച്മെന്റിൽ 2 വാല്യൂ വരുന്നത് ഫിക്സഡും അതുപോലെ തന്നെ സ്ക്രോളും. ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ എത്രത്തോളം സ്ക്രോൾ ആവുന്നില്ല, സ്ക്രോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അതവിടെ ഫിക്സ്ഡ് ആയിട്ട് കിടക്കും, അത് അനങ്ങില്ല. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അനങ്ങില്ല. പക്ഷെ നമ്മൾ സ്ക്രോൾ കൊടുക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഇമേജും സ്ക്രോൾ ആവും, കണ്ടോ, അനങ്ങുന്നുണ്ട്. ഫിക്സഡ് അനങ്ങിയിട്ടുണ്ടായാലും ഇവിടെ അനങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു പ്രോപ്പർട്ടിയുടെ അകത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് വരുന്നത് കളറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കളർ ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, കളർ പിന്നീട് കൊടുത്ത് കാണിക്കാം. URL കൊടുത്തു. URLൻ്റെ അകത്ത് ആ ഒരു ഇമേജിൻ്റെ പാത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്, നോ റിപ്പീറ്റ് പറഞ്ഞു കൊടുത്തു. ഫിക്സഡ് ആണോ സ്ക്രോൾ ആണോ, അപ്പോൾ ഞാൻ ഫിക്സഡ് എന്ന് കൊടുത്തു. ഇനി വരുന്നതാണ് പൊസിഷൻ, റൈറ്റിൽ ടോപ്പിൽ വരണമെന്നും പറഞ്ഞു കൊടുത്തു. ഇത്രയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്തു. ഇനി ആ ഒരു ഇമേജ് എടുത്ത് നോക്കാം. ഓക്കെ, വിഡ്ത്തും ഹൈറ്റും സ്പെസിഫൈ ചെയ്ത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. വിഡ്ത്തും ഹൈറ്റും പറഞ്ഞു കൊടുത്തില്ലേ വരില്ല. ഫിക്സഡ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഫിക്സഡ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. സ്ക്രോൾ ചെയ്യുമ്പോൾ അത് അനങ്ങുന്നില്ല. അതുപോലെ നോ റിപ്പീറ്റ് ഇമേജ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.